Hello friends, welcome to Success Academy's YouTube channel. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC GEDയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 12th February 2019 ഷിഫ്റ്റ് 3ലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ അതായത് കുറച്ച് ഷിഫ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഷിഫ്റ്റുകളുടെ വീഡിയോ, അതായത് കഴിഞ്ഞ ഷിഫ്റ്റിൻ്റെ ഡിസ്കഷൻ വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ടൈപ്പ് അതേ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ആ സെയിം പാറ്റേണിൽ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഷിഫ്റ്റിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആവറേജ് ഓഫ് നമ്പേഴ്സ് n1 and n2 is 17. The average of numbers n2 and n3 is 44. What is the difference between n3 and n1? ഓക്കെ, അപ്പോൾ n1 and n2ൻ്റെ ആവറേജ് എത്രയാണ്? 17 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ n1 + n2 എത്രയായിരിക്കും? അവരുടെ സം എത്രയായിരിക്കും? 34 ആയിരിക്കും. ഓക്കെ, അതെങ്ങനെ കിട്ടി? ഇവിടെ നോക്കിയേ, n1 and n2യുടെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? n1 + n2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 17 ആണ്. അപ്പോൾ n1 + n2 എന്ത് കിട്ടി? 17 × 2 34. സം ഈസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ എന്നാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ n2 and n3യുടെ ആവറേജ് തന്നിട്ടുണ്ട്. എത്രയാണ്? 44. അപ്പോൾ അവരുടെ സം എത്രയായിരിക്കും? n2 + n3 ഈസ് ഈക്വൽ ടു 44 × 2 എത്രയാണ്? 88. ഓക്കെ, അപ്പോൾ അവരുടെ സം കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ n3 and n1 എന്നാണ്. അപ്പോൾ n3 - n1 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ n3 - n1 കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? ഈ രണ്ട് ഇക്വേഷൻസും മൈനസ് ചെയ്യുക. ഇപ്പോൾ ഇക്വേഷൻ 1 എന്നിട്ടാൽ ഈ ഇക്വേഷന് 2 എന്നിട്ടാൽ 2 - 1 ചെയ്യുക. അതായിരിക്കും നമ്മുടെ ഉത്തരം. 2 - 1 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? ഈ n2 ക്യാൻസൽ ആയി പോവും. n3 - n1 ഈസ് ഈക്വൽ ടു 88 - 34. ഓക്കെ, 88 - 34 എത്രയാണ്? 54. ഓക്കെ, അപ്പോൾ 54 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, an article is sold for ₹5845 after giving discount of 12.5%. What is the mark price of the article? ഓക്കെ, അപ്പോൾ ആർട്ടിക്കിളിൻ്റെ മാർക്ക് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാർക്ക് പ്രൈസ്? അത് മാർക്ക് പ്രൈസ്, ഡിസ്കൗണ്ട്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? നമുക്കൊന്ന് നോക്കാം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. ഇതല്ലേ ഫോർമുല? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഡിവൈഡഡ് ബൈ മാർക്ക് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത് എഴുതേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ നമുക്ക് ഇതറിയാമെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതായത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നോക്കിയേ, ഇനി സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ മാർക്ക് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് ആണ് അല്ലേ. മാർക്ക് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? സെല്ലിംഗ് പ്രൈസ് കിട്ടി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, ഇവിടെ തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 12.5% ആണ് അല്ലേ. 12.5% ആണ്. ഈ 12.5% ഫ്രാക്ഷനാക്കി എഴുതുക. 12.5%ൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? നോക്കിയേ, 25%ൻ്റെ ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. 25% ഫ്രാക്ഷൻ എങ്ങനെ ആക്കണം? 25 ഡിവൈഡഡ് ബൈ 100 എത്രയാണ്? 1/4. ഓക്കെ, അപ്പോൾ 25% ഫ്രാക്ഷൻ 1/4 ആണെങ്കിൽ അതിൻ്റെ പകുതിയല്ലേ 12.5? 12.5%ൻ്റെ ഫ്രാക്ഷൻ എത്രയായിരിക്കും? 1/8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഫ്രാക്ഷൻ എടുത്ത് എഴുതി 1/8. ഇനി ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഈ 1ൻ്റെ സ്ഥാനത്ത് എന്താണ്? ഡിസ്കൗണ്ട് ആണ്. ഈ 8ൻ്റെ സ്ഥാനത്ത് എന്താണ്? മാർക്ക് പ്രൈസ് ആണ്. അപ്പോൾ ഇതൊക്കെ റേഷ്യോ വാല്യൂസ് ആണ്. ഇനി മാർക്ക് പ്രൈസും ഡിസ്കൗണ്ട് അറിയാമെങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാമല്ലോ. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാർക്ക് പ്രൈസ് മൈനസ് ഡിസ്കൗണ്ട്. അതായത് 8 - 1 എത്രയാണ്? 7. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ ഓർത്തിരിക്കുക. സെല്ലിംഗ് പ്രൈസ് 7, മാർക്ക് പ്രൈസ് 8. ഓക്കെ, ഇനി അപ്പോൾ നോക്കിയേ, സെല്ലിംഗ് പ്രൈസ് എഴുതി 7, മാർക്ക് പ്രൈസ് എഴുതി എത്രയാണ്? 8. ഓക്കെ, ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 5845. അപ്പോൾ നോക്കി, ഇവിടെ റേഷ്യോ യൂണിറ്റ് എന്താണ്? സെല്ലിംഗ് പ്രൈസിൻ്റെ 7. 7ൻ്റെ വിലയാണ് 5845. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ വാല്യൂ എന്തായിരിക്കും? 5845 ഡിവൈഡഡ് ബൈ 7 × 8. ഓക്കെ, ഇതല്ലേ 8ൻ്റെ വാല്യൂ, ഇതല്ലേ മാർക്ക് പ്രൈസ്, ഇതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇത് കണ്ടുപിടിക്കുക.
5845 ഡിവൈഡഡ് ബൈ 7 എത്ര കിട്ടും? 7 into 8 56, റിമൈൻഡർ 2 വന്നു 24, 7 into 3 21, അപ്പോഴും റിമൈൻഡർ 3 വന്നു എത്ര? 35, 7 into 5 35. അപ്പോൾ 835 into 8 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 835 into 8 എത്ര കിട്ടും? ഇവിടെ ചെയ്ത് നോക്കുക. 835 into 8 0 4 24 plus 4 28, 64 plus 2 66, 6680, 6680 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഈസ് ₹1240 ആൻഡ് ലോസ് ഈസ് 32%, then what will be the selling price of the article? അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ കോസ്റ്റ് പ്രൈസ് ഒക്കെ തന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ബേസിക് കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എപ്പോഴും കോസ്റ്റ് പ്രൈസ് എന്ത് ചെയ്യുക? 100 ആയിട്ട് എടുക്കുക. ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണ്? ഇവിടെ ലോസ് ആണ് തന്നിരിക്കുന്നത്. ലോസ് എത്രയാണ്? 32% ലോസ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ആണ് അല്ലേ? കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 68 കിട്ടും. ഓക്കെ, 68% കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പെർസെൻറ്റേജ് വാല്യൂസ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ആണ് 1240. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസിൻ്റെ വില എന്താ? 100 ആണ്. അപ്പോൾ 100ൻ്റെ സ്ഥാനത്താണ് എന്ത്? 1240 എന്ന് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസിൻ്റെ വില എത്രയാണ്? 68. അപ്പോൾ 68ൻ്റെ വാല്യൂ എന്തായിരിക്കും? 1240 ഡിവൈഡഡ് ബൈ 100 into 68. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇവിടെ നോക്കി, ഈ 0 കട്ട് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ ക്യാൻസലേഷൻ ഒന്നും പോകുന്നില്ല, കാരണം 10നെ വീണ്ടും വെട്ടിക്കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5 ആയിരിക്കും. പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് ഭേദം 124 into 68 ഡയറക്റ്റ് ചെയ്ത് നോക്കുക. 124 into 68, 4 into 8 32, 3 ഇവിടെ 16 19 9, 6 into 4 24, 6 12 14, 1 ഇവിടെ 7. ഓക്കെ, എത്ര കിട്ടി? 2 13 14 8. 8432 ഡിവൈഡഡ് ബൈ 10 എന്ന് കിട്ടും. അപ്പോൾ ആ 10 കൂടി വരുമ്പോൾ ഇവിടെ ഒരു ഡെസിമൽ വരും. അപ്പോൾ എത്ര കിട്ടി? 843.2 എന്ന് കിട്ടും. ഓക്കെ, 843.2 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. എ സം ബിക്കംസ് 8 times of itself in 7 years at the rate of compound interest being compounded annually. In how many years will the sum becomes 4096 times of itself? അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സം 8 മടങ്ങാവാൻ 7 വർഷം എടുക്കും. അങ്ങനെയാണെങ്കിൽ 4096 മടങ്ങാവാൻ, അതായത് 4096 മടങ്ങാവാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് കഴിഞ്ഞ ഷിഫ്റ്റിൽ ഇവർ ഇതേപോലെ തന്നെ, പക്ഷേ ഇതേപോലെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നു, കോമ്പൗണ്ട് അല്ല. ഓക്കെ, അപ്പോൾ രണ്ടിനും നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്ന് അല്ലേ? അപ്പോൾ നിങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്, പ്രീവിയസ് ഷിഫ്റ്റ് ഒന്ന് നോക്കുക എന്ന് പറഞ്ഞത്. അതായത് അവിടെ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഒരു ഷോർട്ട് ട്രിക്കായിട്ട് ഇവിടെ 8 ടൈംസ് എത്ര വർഷം കൊണ്ടാണ് എടുക്കുന്നത്? 7 years കൊണ്ടാണ് എടുക്കുന്നത്. ഓക്കെ, 8 times 7 വർഷം കൊണ്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 4096 എന്നുള്ളത് 8ൻ്റെ പവറാക്കുക. ഓക്കെ, 8ൻ്റെ പവറിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ 8ൻ്റെ പവർ ഇവിടെ k ആണെന്ന് വിചാരിക്കാം. അതായത് 8 raised to k ആണ് 4096 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 8 raised to k ടൈംസ് എന്ന് പറയുന്നത്, ആ ടൈം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണോ പവർ, ഇപ്പോൾ ഇവിടെ പവർ k അല്ലേ, ആ k ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ ആദ്യം തന്നിട്ടുള്ള വർഷം കൊണ്ട് ആ പവറിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ എത്രയെന്ന് കണ്ടുപിടിക്കണം. 8ൻ്റെ എത്ര പവറാണ് 4096 എന്ന് കണ്ടുപിടിക്കണം. അതിനും ഒരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 7 into k ആണ് അല്ലേ? അതായത് 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഇവിടെ നോക്കിയേ, 7ൻ്റെ മൾട്ടിപ്പിൾ നോക്കുക, ഇത് രണ്ടും എലിമിനേറ്റ് ആയിപ്പോയി. 28ഉം 56ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ 28 എന്ന് പറയുന്നത് 7 into 4 ആണ്, 56 എന്ന് പറയുന്നത് 7 into 8 ആണ്. അപ്പോൾ കെയുടെ വാല്യൂ ഇവിടെ എന്തായി? കെയുടെ വാല്യൂ ഇവിടെ 4 ആണ്, കെയുടെ വാല്യൂ ഇവിടെ 8 ആണ്. ഓക്കെ, അപ്പോൾ 8 raised to k അല്ലെങ്കിൽ 8 raised to എത്രയാണോ പവർ അത് 4096 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ നോക്കാം, 28നെ നോക്കാം. ഇവിടെ കെയുടെ വാല്യൂ എന്താണ്? 4 ആണ്. അപ്പോൾ 8 raised to 4 എത്രയാണ്?
4096 ആണോ ചെക്ക് ചെയ്യുക. 8 × 8 × 8 × 8. ഓക്കെ, 8 × 8 നമുക്കറിയാം 64. 8 × 8 വീണ്ടും 64. 64ൻ്റെ സ്ക്വയർ എത്രയാണ്? 4096 ആണ്. ഓക്കെ, ഉദ്ദേശം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ? 60ൻ്റെ സ്ക്വയർ എന്താ? 3600 ആണ്. അതിൻ്റെ തൊട്ടടുത്ത് വരും 4096. ഓക്കെ, അപ്പോൾ 8⁴ ആണ് കറക്റ്റ്. അപ്പോൾ കെയുടെ വാല്യൂ അവിടെ എന്താണ്? 4 ആണ് അല്ലേ? അപ്പോൾ ഉത്തരം എന്താണ്? 4 × 7 28 ആണ്. അപ്പോൾ 4096നെ നമുക്ക് എങ്ങനെ എഴുതാം? 8⁴ ആക്കി എഴുതാം. അപ്പോൾ ഉത്തരം എന്ത് വരും? ഇവിടെ പവർ എത്ര? 4. ഇവിടെ തന്നിരിക്കുന്ന ഇയർ 7. അപ്പോൾ 4 × 7 28 ഇയേഴ്സ് ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 28. ഓക്കെ ആണല്ലോ. എത്ര ടൈംസ് ആണോ ആദ്യം തന്നിരിക്കുന്ന ആ ടൈംസിൻ്റെ പവർ ആക്കി എഴുതുക രണ്ടാമത്തെ തവണ. എന്നിട്ട് ആ പവർ കൊണ്ട് ആ ഇയറിനെ ഗുണിക്കുക. നമ്മുടെ ഉത്തരമായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എസ് ഈസ് ടു യു ഈസ് ടു വി ഈസ് ടു ഡബ്ല്യു ഈസ് ഈക്വൽ ടു 2:9:6:7 and s plus u plus v plus w equal to 864, then s plus u plus w is equal to. ഓക്കെ, അപ്പോൾ റേഷ്യൻ പ്രപ്പോർഷനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്. എന്താണ്? എസ് യു വി ഡബ്ല്യു റേഷ്യോ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ? റേഷ്യോ വാല്യൂസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2, 9, 6, 7. അപ്പോൾ ഇതിൻ്റെ സമ്മ് തന്നിട്ടുണ്ട് 864. അപ്പോൾ റേഷ്യോ വാല്യൂവിൻ്റെ സമ്മ് എത്രയായിരിക്കും? എസ് പ്ലസ് യു പ്ലസ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് 2 + 9 11, 11 + 6 17, 17 + 7 24. ഓക്കെ, അപ്പോൾ ടോട്ടൽ റേഷ്യോ യൂണിറ്റ് 24 ആണ്. ടോട്ടൽ വാല്യൂ 864 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 24ൻ്റെ വാല്യൂ ആണ് 864. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എസ് പ്ലസ് യു പ്ലസ് ഡബ്ല്യു ആണ്. ഇവിടെ നോക്കിയാൽ എസ് പ്ലസ് യു പ്ലസ് ഡബ്ല്യു എത്ര കിട്ടും? 2 + 9 11, 11 + 7 18. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ വില എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, 24ൻ്റെ വില ഇത്രയും. അങ്ങനെയാണെങ്കിൽ 8ൻ്റെ വില എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ എത്ര കിട്ടും? 864 ഡിവൈഡഡ് ബൈ 24 × 18. അങ്ങനെയല്ലേ? 24ൻ്റെ വില 864 ആണെങ്കിൽ 1ൻ്റെ വാല്യൂ എന്തായി? 864 ഡിവൈഡ് ബൈ 24. അങ്ങനെയാണെങ്കിൽ 18ൻ്റെ വാല്യൂ എന്തായി? 864 ഡിവൈഡഡ് ബൈ 24 × 18 അല്ലേ? ഇവിടെ നോക്കിയേ, 6 വെച്ച് കട്ട് ചെയ്യാലോ. ഇവിടെ 3, ഇവിടെ 4. വീണ്ടും 864ഉം 4ഉം ഇവിടെ നോക്കിയേ 2, 1 റിമൈൻഡർ 2 വരും. 24, 4 6 are 24. 216 × 3, 216 × 3 എന്ന് പറയുന്നത് 648 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 200 × 3 600, 16 × 3 48, 648. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 16 വർക്കേഴ്സ് working 8 hours per day can demolish a building in 32 days. In how many days 24 workers working 12 hours per day can demolish the same building? ഓക്കെ, ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പൊളിക്കാനായിട്ട് എത്ര? 16 വർക്കേഴ്സിന് 32 ദിവസം കൊണ്ട്, അതായത് 8 മണിക്കൂർ ജോലിയാണെങ്കിൽ 32 ദിവസം കൊണ്ട് തീർക്കും. അതേ സെയിം കെട്ടിടം 24 വർക്കേഴ്സ് 12 മണിക്കൂർ വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർമുല? എന്താണ്? M1 D1 H1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 H2 ഡിവൈഡഡ് ബൈ W2. ഓക്കെ, ഇവിടെ M എന്ന് പറയുന്നത് മെൻ ആണ്, D ഡേയ്സ് ആണ്, H ഹവർ ആണ്, W എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന വർക്കാണ്. ഓക്കെ, ഇതാണ് ഫോർമുല. ഇത് നോട്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ രണ്ടും ഒരേ വർക്ക് ആയതുകൊണ്ട് ഈ W നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം M എത്രയാണ്? 16. ഡേയ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 8. ഹവർ എത്രയാണ്? ഹവർ 8 അവിടെ കിടക്കട്ടെ. ഡേയ്സ് എത്രയാണ്? 32. ഓക്കെ, ഈസ് ഈക്വൽ ടു M2. സെക്കൻഡ് കേസിൽ എത്ര വർക്കേഴ്സ് ഉണ്ട്? 24 വർക്കേഴ്സ് ഉണ്ട്. എത്ര ഡേയ്സ് ഉണ്ട് അതറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി എന്ന് എഴുതുക. ഹവർ എത്ര എഴുതാം? 12 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ ഡേയ്സ് എങ്ങനെ കിട്ടി? ഡേയ്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 16 × 8 × 32 ഡിവൈഡഡ് ബൈ 24 × 12. ഇത് സോൾവ് ചെയ്യുക. നോക്കി, 8 വെച്ച് കെട്ടിയാലോ. 8 × 2 16, 8 × 3 24. ഓക്കെ, ഇനി വീണ്ടും 4 വെച്ച് കെട്ടിയാൽ 4 × 2 8, 4 × 3 12. ഇവിടെ നോക്കിയേ, 2 × 2 ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഇല്ല, താഴെ 3ഉം വന്നു കഴിഞ്ഞു.
അപ്പോൾ 2 × 2 4, 4 × 32 എത്രയാണ്? 4 × 32 എന്ന് പറയുന്നത് 128 ആണ്. 128 ഡിവൈഡഡ് ബൈ 9 ആണ് കറക്റ്റ് ആൻസർ. 3 × 3 9. 128 ഡിവൈഡഡ് ബൈ 9 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അത്രയും ദിവസം വേണം ഇവർക്ക് ആ വർക്ക് ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ. The LCM and HCF of two numbers are 75 and 5 respectively. If their difference is 10, then what will be the sum of these two numbers? അപ്പോൾ LCM HCF എന്ന് പറഞ്ഞിട്ടുണ്ട്. LCM എത്രയാണ്? 75. HCF എത്രയാണ്? 5. ഇനി ആ നമ്പറിൻ്റെ ഡിഫറൻസ് 10 ആണെങ്കിൽ അവരുടെ സം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ HCF അറിയാമെങ്കിൽ നമുക്ക് ആ നമ്പർ ഓട്ടോമാറ്റിക്കലി എഴുതാം. കാരണം എന്താണ്? ഒരു നമ്പറിൻ്റെ ഏറ്റവും ഹൈ, അതായത് രണ്ട് നമ്പറുകളുടെ ഹൈയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ HCF ആണ് അല്ലേ? അപ്പോൾ HCF ഇവിടെ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 5A 5B എന്ന് എഴുതാം. ഓക്കെ, ലെറ്റ് ദ നമ്പേഴ്സ് ബി 5A ആൻഡ് 5B. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ഈ HCF ആൻഡ് LCM എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. എന്താണ്? LCM ഇൻറ്റു HCF is equal to product of two numbers. Okay, product of two numbers. LCM into HCF is equal to product of two numbers. Substitute ചെയ്ത് LCM എത്രയാണ്? 75. HCF എത്രയാണ്? 5 is equal to രണ്ട് നമ്പറുകൾ ഏതൊക്കെയാ? 5A into 5B. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ 5 5 ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ 5ഉം 75ഉം ക്യാൻസൽ ചെയ്തു. എത്രയാ? 15. 5 × 15 ആണ് 75. അപ്പോൾ A × B എന്നുള്ളത് എത്ര കിട്ടി? AB എന്നുള്ളത് എത്ര കിട്ടി? 15. ഓക്കെ, AB എന്നുള്ളത് 15 കിട്ടി, അതൊന്ന് ഓർത്തിരിക്കുക. ഇനി അപ്പോൾ AB 15 ഓർത്തിരിക്കുക. ഇനി വേറെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇഫ് ദ ഡിഫറൻസ് ഇസ് 10 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ നോക്കിയേ, 5A മൈനസ് 5B എന്നുള്ളത് എത്രയാ? 10. ഇവിടെ 5 കോമൺ എടുക്കാമല്ലോ. 5 കോമൺ എടുത്താൽ 5 × A മൈനസ് B = 10. ഇത് ക്യാൻസൽ ചെയ്യാം. 5 × 2 ആണ് 10. അപ്പോൾ A മൈനസ് B എന്നുള്ളത് 2 കിട്ടി. A × B എന്നുള്ളത് എത്രയാണ്? 15 ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. 15 നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയേ. 15 5 × 3 എന്ന് എഴുതാലോ. 5 × 3 5 × 3 15 ആണ്. 5 മൈനസ് 3 2 ആണ്. കണ്ടോ? അപ്പോൾ എൻ്റെയും ബിൻ്റെ വാല്യൂസ് എത്രയാണ്? A 5 ആണെങ്കിൽ B എത്രയാണ്? 3 ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 5A എന്നുള്ളത് എത്ര കിട്ടും? 25 അല്ലേ? A 5 അല്ലേ? ഇനി 5B എന്നുള്ളത് എത്ര കിട്ടും? 5 × 3 15. അപ്പോൾ രണ്ട് നമ്പേഴ്സ് എന്ത് കിട്ടി? 25ഉം 15ഉം. ചോദിച്ചിരിക്കുന്ന അവരുടെ സമ്മാണ് 25 + 15 എത്രയാ? 40. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. What is the value of 5 divided by 1/5 of 25/4 plus 20/3 divided by 100/9? സിംപ്ലിഫിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ബോഡ്മാസ് പ്രിൻസിപ്പിൾ അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. 5 ഡിവൈഡഡ് ബൈ 1/5 ഓഫ് ആണ്. അപ്പോൾ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലേ? ബോഡ്മാസ് പ്രിൻസിപ്പിൾ, ബ്രാക്കറ്റ് ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അപ്പോൾ 5 × 25/4 പ്ലസ് 20/3 ഇൻറ്റു, ഈ ഡിവിഷൻ ഞാൻ ഇൻറ്റു എഴുതി. ഇൻറ്റു വരുമ്പോൾ എന്താ? റെസിപ്രോക്കൽ വരും. അപ്പോൾ 9/100 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഈ 5ഉം 25ഉം ക്യാൻസൽ ചെയ്യും. ഇവിടെ 5 വന്നു. ഇനി ഇവിടെ നോക്കിയേ, 5 ഡിവൈഡഡ് ബൈ ആണ്. അപ്പോൾ ഇൻറ്റു വരുമ്പോൾ എന്താ? തലയിരിച്ച് എഴുതുക. 4/5 എന്ന് എഴുതുക. പ്ലസ് 3 × 3 9 ആണ്. 20 × 5 100 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 3/5 വരും. ഓക്കെ, ഇനി നോക്കിയേ, ഈ 5ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. അവസാനം എന്ത് വന്നു? 4 + 3/5 വന്നു. അതെത്രയാ? 5 × 4 20, 20 + 3 23/5 എന്ന് വരും. ഓക്കെ, 23/5 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈറ്റ് ഓഫ് എ റൈറ്റ് സർക്കുലർ കോൺ is 28 cm. If diameter of its base is 42 cm, then what will be the curved surface area of the cone? ഓക്കെ, അപ്പോൾ കോൺ, ആദ്യം കോണിൻ്റെ ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ നോക്കിയാൽ ഇത് ഹൈറ്റ് ആണ്. കോണിൻ്റെ ഹൈറ്റ് എത്രയാ? 28 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഡയമീറ്റർ ഓഫ് എ കോൺ എത്രയാണ്? ഡയമീറ്റർ എത്ര? 42 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? ഇതാണ് റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് എത്രയാണ്?
ഇവിടെ നമ്പർ ഇടുകയാണ്, എ ബി സി എന്ന് ഇടുകയാണ്. അപ്പോൾ എ സി എന്ന് പറയുന്നത് എന്താണ്? എ സി എന്ന് പറയുന്നത് സ്ലാൻ ഹൈറ്റ് ആണ് എൽ. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ആയി. എൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? പൈതഗോറസ് തിയറത്തിൽ കണ്ടുപിടിക്കുക. അപ്പോൾ 28 സ്ക്വയർ പ്ലസ് 21 സ്ക്വയർ. അപ്പോൾ ഏകദേശം നമുക്ക് ഊഹിക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, 8ൻ്റെ സ്ക്വയർ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 4. 1ൻ്റെ സ്ക്വയർ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 1. അപ്പോൾ 4 + 1 5 വരിക. അപ്പോൾ 28ഉം 21 സ്ക്വയർ ചെയ്ത് പ്ലസ് ചെയ്താൽ കറക്റ്റ് എത്രയാണ്? മാക്സിമം ഒരു 35 വരുള്ളൂ എന്ന് അല്ലേ? അത്രയൊക്കെ വരുള്ളൂ. അപ്പോൾ 35 ആയിരിക്കും ഉത്തരം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 28ൻ്റെ സ്ക്വയർ എത്രയാണ്? 28ൻ്റെ സ്ക്വയർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, 784 ആയിരിക്കും. 21ൻ്റെ സ്ക്വയർ എത്രയാണ്? 441. ഓക്കെ, പ്ലസ് ചെയ്യുക. 4 + 1 5, 8 + 4 12, ഇവിടെ എത്ര കിട്ടി? 12. 1225. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുന്നത് എത്രയാണ്? എ സി എന്ന് പറയുന്നത് √1225 ആണ്. ഓക്കെ, അവിടെ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തു. എ സി എന്ന് പറയുന്നത് √1225 ആണ്. അത് എത്രയാണ്? √1225 എന്ന് പറയുന്നത് 35 ആണ്. ഓക്കെ, അപ്പോൾ എൽ എന്ന് പറയുന്നത് എത്ര കിട്ടി? 35 കിട്ടി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ചോദിച്ചിരിക്കുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ആണ്. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ കോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പൈ ആർ എൽ ആണ്. പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ 22/7, ആർ എത്രയാണ്? 21, ഇൻറ്റു എൽ ഇവിടെ എത്രയാണ്? 35. ഇനി 7ഉം 35ഉം കട്ട് ചെയ്യാലോ? ഇത് എത്രയാ? 5. ഇനി 21 × 5, 21 × 5 എത്രയാ? 105. അപ്പോൾ 105 × 22. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ചെയ്യണം. 105 × 22 എത്ര കിട്ടി? 210. ഇവിടെയും എത്ര കിട്ടും? 210. 0 1 3 2. ഓക്കെ, അപ്പോൾ 22 × 20. ഓക്കെ, 21 × 5 അല്ലേ? 105. 22 × 105 എന്ന് പറയുന്നത് എത്രയാണ്? 2310. ഓക്കെ, 2310 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സെയിം സിംപ്ലിഫിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 4/5 ഫോർ ദ കറസ്പോണ്ടിങ് ടേംസ് അല്ലേ? അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എഴുതി പോവാം. 4/5 ഈ ഡിവിഷൻ നമ്മൾ ഇൻറ്റു എന്ന് എഴുതി. ഇൻറ്റു ചെയ്താൽ എന്ത് തന്നെ തലരിച്ച് എഴുതുക. 8/5 മൈനസ് 7/5 പ്ലസ് 2/15 ഇൻറ്റു ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യുക 3/2. 3/2 ഇൻറ്റു ഇവിടെ എന്ത് വരും? 5/4 വരും. ഓക്കെ, ഇൻറ്റു എഴുതിയാൽ തലരിച്ച് എഴുതുക. ഇവിടെ നോക്കിയേ, 3 × 5 15, 2 × 4 8 അല്ലേ? ക്യാൻസലേഷൻ ഒന്നും പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. 15/8 എന്ന് വരും. 15/8. അപ്പോൾ നോക്കിയേ, 15ഉം 15 ക്യാൻസൽ ചെയ്തു, 2ഉം 8ഉം ക്യാൻസൽ ചെയ്തു, 4. അപ്പോൾ ഇവിടെ 1/4 വന്നു. ഇനി ഇവിടെ നോക്കിയേ, ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ കിട്ടും 32/25 മൈനസ് 7/5 പ്ലസ് 1/4 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ 5ഉം ഇവിടെ 25 ആണ്. അപ്പോൾ LCM സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 5 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇതെന്ത് വരും? 32 - 35 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 1/4 വരും. ഓക്കെ, LCM സെയിം ആണല്ലോ. അപ്പോൾ ഡയറക്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യുക. 32 - 35 എത്ര കിട്ടി? -3. -3 ഡിവൈഡഡ് ബൈ 25 പ്ലസ് 1/4. ഓക്കെ, ഇതെത്ര കിട്ടും? 4 × -3 എത്രയാ? -12 പ്ലസ് 25 × 1 എത്രയാ? 25 ഡിവൈഡഡ് ബൈ 25 × 4 എത്രയാ? 100. ഓക്കെ, -12 പ്ലസ് 25 എത്രയാ? 13. അപ്പോൾ ഉത്തരം എന്താ? 13/100. ഓക്കെ, 13/100 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ട്രെയിൻ ഈസ് മൂവിംഗ് വിത്ത് എ യൂണിഫോം സ്പീഡ്. Train crosses a bridge of length 340 meter in 35 seconds and a bridge of length 460 meter in 38 seconds. What is the speed of the train? Okay, അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഒരു ട്രെയിൻ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നു. ആ ബ്രിഡ്ജിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാ? 340 മീറ്റർ. എത്ര ടൈം എടുത്തിട്ടാണ് അത് ക്രോസ് ചെയ്യുന്നത്? 35 സെക്കൻഡ്സ് എടുത്തിട്ടാണ് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത്. ഇനി വേറൊരു ബ്രിഡ്ജും കൂടി ക്രോസ് ചെയ്യുന്നു. എത്രയാണ്? 460 മീറ്റർ ലെങ്ത്ത്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുന്നു? 38 സെക്കൻഡ്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ട്രെയിനിൻ്റെ സ്പീഡ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? വളരെ ഒരു ഫോർമുല ഇല്ലാണ്ട് എളുപ്പത്തിൽ ചെയ്യാം.
അതായത് ഇവിടെ നോക്കിയേ, കൺവേർഷൻ മാത്രം നമ്മൾ ചെറിയൊരു ഫോർമുല ഉപയോഗിക്കും. എങ്ങനെ ചെയ്യും? ഇവിടെ നോക്കിയേ, ഇവിടെ സ്പീഡ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? കിലോമീറ്റർ പെർ ഹവറിലാണ് എല്ലാ സ്പീഡും. അവിടെ തന്നിരിക്കുന്ന മീറ്ററും സെക്കൻഡിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ചെറിയ കൺവേർഷൻ വരുന്നുണ്ട്, അത് വിട്ടേക്കുക. ഇനി ഈ സ്പീഡ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 80 കിലോമീറ്റർ പെർ ഹവർ. അതായത് പെർ ഹവറിൽ 80 കിലോമീറ്റർ. അതായത് ഒരു മണിക്കൂറിൽ 80 കിലോമീറ്റർ അല്ലേ? അതല്ലേ, അങ്ങനെയല്ലേ സ്പീഡ് പറയുക? അത് ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണോ ആ ട്രെയിൻ സഞ്ചരിക്കുന്നത്, അപ്പോൾ സ്റ്റാൻഡേർഡ് സ്പീഡായി കിലോമീറ്റർ പെർ ഹവറിൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇനി മറ്റൊരു സ്പീഡിൽ പറയുന്നത് എന്താണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. നമ്പേഴ്സ് എല്ലാം റാൻഡമായിട്ട് ഞാൻ എടുത്തതാണ്. എക്സാമ്പിൾ നോക്കുക, 50 മീറ്റർ പെർ സെക്കൻഡ്. ഇത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഒരു സെക്കൻഡിൽ 50 മീറ്റർ കവർ ചെയ്താൽ അല്ലേ? ഒരു സെക്കൻഡിൽ 50 മീറ്റർ കവർ ചെയ്താൽ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡിലാണ്. ഓക്കെ, അപ്പോൾ നമ്മളും ഒരു സെക്കൻഡിൽ ഈ ട്രെയിൻ എത്ര മീറ്റർ ആണോ കവർ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക. ഇവിടെ നോക്കിയേ, ഈ ബ്രിഡ്ജ് കവർ ചെയ്യുമ്പോൾ, അതായത് ട്രെയിനിൻ്റെ ലെങ്ത്തും കൂടി വരുമ്പോഴാണ് ആ ടൈം എടുക്കുന്നത് അല്ലേ? ട്രെയിനിൻ്റെ ലെങ്ത്തും ബ്രിഡ്ജിൻ്റെ ലെങ്ത്തും ഒരുമിച്ച് വരുമ്പോഴാണ് എത്രയാ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 35 സെക്കൻഡ്സ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കിയേ, ട്രെയിനിൻ്റെ ലെങ്ത്തും ആദ്യത്തെ കേസ് പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് എത്രയാ? 340. ഓക്കെ, അപ്പോൾ ട്രെയിൻ ലെങ്ത്ത് പ്ലസ് 340 ടോട്ടൽ ഡിസ്റ്റൻസ് ആയി. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? 35 സെക്കൻഡാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് അവിടെ എത്രയാണ്? ട്രെയിനിൻ്റെ ലെങ്ത്ത് പ്ലസ് ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് ആണ്. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത്ത് പ്ലസ് അവിടെ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 460. ഓക്കെ, ഇത് എത്ര ടൈം കൊണ്ട് ക്രോസ് ചെയ്യും? 38 സെക്കൻഡ് കൊണ്ട് ക്രോസ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ ഇത് രണ്ടൊന്ന് മൈനസ് ചെയ്തേ. 38 മൈനസ് 35 എത്രയാ? 3 സെക്കൻഡ്. ഓക്കെ, 3 സെക്കൻഡ് കൊണ്ട് ആ ട്രെയിൻ എത്ര ദൂരം ക്രോസ് ചെയ്യും? ഈ ടീം ക്യാൻസൽ ചെയ്തു. 460 മൈനസ് 340 എന്ന് പറയുന്നത് എത്രയാ? 120 മീറ്റർ ആണ്. ഓക്കെ, ഇവിടെ ഡിസ്റ്റൻസ് മീറ്റർ ആണ്. അപ്പോൾ നോക്കിയാൽ 3 സെക്കൻഡിൽ ആ ട്രെയിൻ 120 മീറ്റർ കവർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ ആ ട്രെയിൻ എത്ര മീറ്റർ കവർ ചെയ്യും? 120 ഡിവൈഡഡ് ബൈ 3 എത്രയാ? 40 മീറ്റർ കവർ ചെയ്യും. ഓക്കെ, ഒരു സെക്കൻഡിൽ ആ ട്രെയിൻ എത്ര മീറ്റർ കവർ ചെയ്യുന്നു? 40 മീറ്റർ കവർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. പക്ഷേ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഫുൾ കിലോമീറ്റർ പെർ ഹവറിലാണ്. അപ്പോൾ ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നോക്കിയേ, 40 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് ആക്കാൻ എന്ത് ചെയ്യുക? 36/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലാക്കാൻ 36/10 അല്ലെങ്കിൽ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കിയേ, 0 ക്യാൻസൽ ചെയ്തു. 36 ഇൻറ്റു 4 ആണ് ഉത്തരം. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 36 ഇൻറ്റു 4, 6 ഇൻറ്റു 4 എത്രയാണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്? 4 ആണ് അല്ലേ? 24 6 ഇൻറ്റു 4, 4 ആണ് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. അത് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഏതാ? 144. 36 ഇൻറ്റു 4 നിങ്ങൾ ചെയ്ത് നോക്കാം. 36ൻ്റെ ഇരട്ടി 72, 72ൻ്റെ ഇരട്ടി 144. അപ്പോൾ 144 കിലോമീറ്റർ പെർ ഹവർ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The sides of a triangle are in the ratio 5:4:3. If the perimeter of the triangle is 84 centimeter, then what will be the largest side? അപ്പോൾ റേഷ്യോ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 5:4:3. പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെ സം എടുക്കുക. 5 + 4 9, 9 + 3 12. അപ്പോൾ 12ൻ്റെ വാല്യൂ ആണ് ഇവിടെ 84 അല്ലേ? അപ്പോൾ 1ൻ്റെ വാല്യൂ എന്ത് കിട്ടി? 84 ഡിവൈഡഡ് ബൈ 12. അത് എത്രയാണ്? 7. ഓക്കെ, 1ൻ്റെ വാല്യൂ 7. ചോദിച്ചിരിക്കുന്നത് ലാർജസ്റ്റ് സൈഡാണ്. ലാർജസ്റ്റ് സൈഡ് 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു 7 എത്രയാ? 35 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി 35. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് രോഹിത് alone can complete 1/4 of a work in 32 days, then in how many days രോഹിത് can complete the whole work? ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു വർക്കിൻ്റെ 1/4 എത്ര ദിവസം കൊണ്ട് തീർക്കും? 32 ദിവസം കൊണ്ട് തീർക്കും. അങ്ങനെയാണെങ്കിൽ ആ ഫുൾ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കും? ഈ 4 ഇങ്ങോട്ട് പോയാൽ പോരെ. 32 ഇൻറ്റു 4 എത്രയാ? 128. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 128. അടുത്ത ക്വസ്റ്റ്യൻ.
If the cost price of 80 articles is equal to the selling price of 50 articles, what will be the profit percentage? ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഡയറക്റ്റ് എഴുതിയപ്പോൾ 80 ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 50 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസിനോട് തുല്യമാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയാൽ 0 കട്ട് ചെയ്തു, റേഷ്യോ എടുക്കാം. CP/SP എന്ന് പറയുന്നത് എത്രയാണ്? 5/8. ഓക്കെ, 5/8. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഫോർമുല എന്താണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. പ്രോഫിറ്റ് എന്താണ്? SP മൈനസ് CP ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. ഓക്കെ, അതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇവിടെ എത്രയാ? SP മൈനസ് CP 3. CP ഇവിടെ എത്രയാ? 5 ഇൻറ്റു 100. ഓക്കെ, ഇവിടെ നോക്കിയാൽ 5 ഇൻറ്റു 20 ആണ് 100. 20 ഇൻറ്റു 3 എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 60 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The volume of a right circular cone is equal to the volume of that right circular cylinder whose height is 48 centimeter and diameter of its base is 20 centimeter. If the height of the cone is 16 centimeter, then what will be the diameter of its base? Okay, അപ്പോൾ എത്രയാണ്? കോണിൻ്റെ ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് കോണിൻ്റെ വോളിയം സിലിണ്ടറിൻ്റെ വോളിയം തമ്മിൽ സെയിം ആണെന്നാണ്. അപ്പോൾ അതൊന്ന് എഴുതി പോവാം. കോണിൻ്റെ വോളിയം എന്താണ്? 1/3 πr²h. ഇതല്ലേ ഫോർമുല, πr². കോണിൻ്റെ ഹൈറ്റ് എത്രയാണ്? 16 തന്നിട്ടുണ്ട്. 16 ഈക്വൽ ടു, ഇനി സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? πr²h ആണ്. പൈ ഇൻറ്റു ആർ. ആർ അവിടെ എത്രയാണ്? സിലിണ്ടറിൻ്റെ ഹൈറ്റ് 48ഉം ഡയമീറ്റർ 20 ആണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് എത്രയാണ്? 10 ആണ് അല്ലേ? ഡയമീറ്ററിൻ്റെ പകുതിയാണ് റേഡിയസ്. അപ്പോൾ 10 ഇൻറ്റു 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 48. ഓക്കെ, ഇതങ്ങ് സോൾവ് ചെയ്യുക. ഇവിടെ നോക്കിയാൽ പൈയും ക്യാൻസൽ ചെയ്തു. 16 ഇൻറ്റു 3 ആണ് 48. ഈ 3 അങ്ങോട്ട് പോയി. അപ്പോൾ നോക്കിയാൽ r² എന്ന് പറയുന്നത് എത്രയായി? 10 ഇൻറ്റു 10 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ r എന്ന് പറയുന്നത് എത്രയായി? ഈ 2 10 നിന്ന് ഒരു 10 എടുക്കുക, ഈ 2 3 നിന്ന് ഒരു 3 എടുക്കുക. എത്ര കിട്ടി? 30. ഓക്കെ, അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 30. ചോദിച്ചിരിക്കുന്ന റേഡിയസ് അല്ല, ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ ഇരട്ടിയാണ്. 30ൻ്റെ ഇരട്ടി എത്രയാണ്? 60. 60 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. എ സം ഓഫ് rupees 12,500 gives interest of rupees 5625 in T years at a simple interest. If the rate of interest is 7.5%, then what will be the value of T? ഓക്കെ, അപ്പോൾ ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോർമുല? I is equal to PRT/100. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 5625 എന്ന് തന്നിട്ടുണ്ട്. പ്രിൻസിപ്പൾ എത്രയാണ്? 12500 ഇൻറ്റു റേറ്റ് എത്രയാണ്? 7.5%. ഈ 7.5 ഞാൻ എന്ത് ചെയ്തു? 15/2 എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു ടൈം എത്രയാ? T. ഇനി ഇവിടെ ഒരു 100 എടുപ്പുണ്ട്, അത് എഴുതി. ഇനി ഇവിടെ നോക്കിയേ, 0 ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 5625 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 15. ഇതാണ് ടൈം. ഓക്കെ, 5625 ഡിവൈഡഡ് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 125 ഇൻറ്റു 15. അപ്പോൾ കട്ട് ചെയ്ത് തുടങ്ങാം. 5 വെച്ച് കട്ട് ചെയ്യാലോ. ഇവിടെ 3, ഇവിടെ എത്ര വരും? 1 1 2 5. വീണ്ടും 3 വെച്ച് കട്ട് ചെയ്യാം. എത്ര കിട്ടും? 3 22 7 21 15 5. ഓക്കെ, 375. നോക്കിയേ, 125 ഇൻറ്റു 3 നിങ്ങൾ ചെയ്ത് നോക്കിയേ, 375 കിട്ടും. അപ്പോൾ ഒറ്റയടിക്ക് ക്യാൻസൽ ചെയ്യാം, 3. ഓക്കെ, അപ്പോൾ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 ഇൻറ്റു 2 6. എത്ര കിട്ടി? നമുക്ക് ഇവിടെ 6 കിട്ടി. അപ്പോൾ 6 years ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് ദീപക് ആൻഡ് വിനോദ് ആർ ഇൻ ദ റേഷ്യോ 19:12. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു? SD സ്പീഡ് ഓഫ് ദീപക്, SV സ്പീഡ് ഓഫ് വിനോദ്. എത്രയാണ്? ഇവിടെ 19, ഇവിടെ 12. 19:12 respectively. If speed of Vinod is 84 km/h,
then what will be the speed of Deepak? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇവിടെ നോക്കിയാൽ സ്പീഡ് ഓഫ് വിനോദ് എത്രയാണ്? 84 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ 12 ഇൻറ്റു എത്രയാണ് 84? 12 ഇൻറ്റു 7 ആണ് 84. അപ്പോൾ 19 ഇൻറ്റു 7 ആയിരിക്കും ദീപകിൻ്റെ സ്പീഡ്. 19 ഇൻറ്റു 7 എന്ന് പറയുന്നത് 133 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 133. അടുത്ത ക്വസ്റ്റ്യൻ. If x is 30% less than y and z is 50% less than y, then z is how much percentage less than x? ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പെർസെൻറ്റേജിൽ റെപ്രസെൻ്റ് ചെയ്യാം എക്സ് വൈ ഇസഡ്. ഇവിടെ രണ്ടുപേരും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ആരാണ്? വൈ ആണ് അല്ലേ? ഓക്കെ, ഇവിടെ അതായത് എക്സ് 30% വൈനേക്കാട്ടും കുറവാണ്, ഇസഡ് 50% വൈനേക്കാട്ടും കുറവാണ് അല്ലേ? അപ്പോൾ ഇവിടെ വൈ ആണ് കോമൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വൈനെ 100 ഇടുക. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻ അനുസരിച്ച് എഴുതി പോവാം. എക്സ് 30% ലെസ് ദാൻ വൈ. അപ്പോൾ 30%, 100ന് 30% എത്രയാണ്? 30. 100നോട് 30 കുറച്ച് എത്ര കിട്ടും? 70. ഓക്കെ, ഇനി 50% കുറവാണ് ഇസഡിന്. ഓക്കെ, അപ്പോൾ 100നോട് 50 കുറയ്ക്കുക, എത്ര കിട്ടി? 50. ഓക്കെ, 50% കുറച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ 50 തന്നെ കിട്ടും. അപ്പോൾ എക്സ് വൈ ഇസഡ് ഇതൊക്കെയാണ് വാല്യൂസ്. ഇനി കുറച്ചും കൂടി ചെറുതാക്കാം, 0 അങ്ങോട്ട് കട്ട് ചെയ്യുക. അപ്പോൾ എന്ത് തോന്നുന്നു? 7, 10, 5 എന്ന് കിട്ടി. ചോദ്യം എന്താണ്? ദെൻ ഇസഡ് ഈസ് ഹൗ മച്ച് പെർസെൻറ്റേജ് ലെസ് ദാൻ എക്സ്. ഇവിടെ നോക്കിയേ, ലെസ് ദാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇസഡും എക്സും തമ്മിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 5, ഇവിടെ 7 ആണ്. ഇസഡ് എക്സിനേക്കാളും എത്ര കുറവാണ്? 2 കുറവാണ്. ഓക്കെ, ആരെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? എക്സിനെ വെച്ചാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ? എക്സിനേക്കാളും 2 കുറവാണ് ഇസഡ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര എഴുതുക? 7 എഴുതുക ഇൻറ്റു 100. ഇതാണ് പേഴ്സൻറ്റേജ്. ഓക്കെ, ഇനി ഇതെങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ പേഴ്സൻറ്റേജിൻ്റെ ഫ്രാക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അതായത് 1/7 എന്ന് പറയുന്നത് എത്രയാണ്? 14.28% ആണ്. 1/7 എന്ന് പറഞ്ഞാൽ 1/7 ഇൻറ്റു 100 14.28% ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, 100/7 ആണ് 14.28%. ഇൻറ്റു 2 കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ, 28.56 എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, 200/7 എന്തായാലും ഒറ്റയടിക്ക് പോവില്ല. അപ്പോൾ നോക്കിയേ, ഇവിടെ എല്ലാം പെർഫെക്റ്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 80, 95, 75. ഡെസിമലുള്ള ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഉണ്ടോ? അപ്പോൾ അതാണ് ഉത്തരം. ഓക്കെ, സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. If Dheeraj can cross 100 meter wide road in 25 seconds, then what is the speed of Dheeraj? അപ്പോൾ ധീരജിൻ്റെ സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡിൻ്റെ ഫോർമുല എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 100 മീറ്റർ. ടൈം എത്രയാണ്? 25 സെക്കൻഡ്. അപ്പോൾ എത്ര കിട്ടി? 100/25 എന്ന് പറയുന്നത് 4 ആണ്. 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡ്. അതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If 2a is equal to 3b is equal to 7c, then what is the ratio of a is to b is to c? അപ്പോൾ a is to b is to c, യുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡിവൈഡഡ് ബൈ ഏതാണോ വരുന്നത്, അതായത് ഈ 2, 3, 7 ഇവരുടെ LCM കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, LCM കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ അല്ല, ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണോ ആ ഡിനോമിനേറ്ററിൽ വരുന്നത് അതാണ് അവരുടെ റേഷ്യോ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തരാണ്, a/3 = b/4 = c/5. ഓക്കെ, ഇങ്ങനെ വരികയാണെങ്കിൽ a:b:c റേഷ്യോ എത്രയായിരിക്കും? 3:4:5 ആയിരിക്കും. ഓക്കെ, നോട്ട് ചെയ്യുക. അതായത് ഡിനോമിനേറ്ററിൽ എത്രയാണ് വരുന്നത്? 3:4 5 ആണ് വരുന്നത്. അപ്പോൾ റേഷ്യോ 3:4:5 ആയിരിക്കും. ഓക്കെ, ഇതെങ്ങനെയാണ് കിട്ടുക? ഇത് ഈക്വൽ ടു കെ എന്നിട്ടേ. ഓക്കെ, അതായത് 3 ഈക്വൽ ആണല്ലോ. 3 ഈക്വൽ ടു കെ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇടുക. അപ്പോൾ എയുടെ വാല്യൂ എന്തായി? 3k അല്ലേ? എയുടെ വാല്യൂ 3k, ബിയുടെ വാല്യൂ എന്തായി? 4k, സിയുടെ വാല്യൂ എന്തായി? 5k. ഉണ്ടോ? അപ്പോൾ കെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 3:4:5 എന്ന് കിട്ടും. അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ആ ഡിനോമിനേറ്ററിൽ എത്രയാണോ വരുന്നത് അതായിരിക്കും അവന്മാരുടെ റേഷ്യോ. അപ്പോൾ ഇങ്ങനെ വന്നാൽ 2a/3 equal to 5b/2 equal to 3c. ഓക്കെ, ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ വന്നാൽ ഇവിടെ നോക്കി,
എ ഇവനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ഡിവൈഡഡ് ബൈ 3/2 എന്ന് എഴുതാലോ. ഓക്കെ, അപ്പോൾ 2 മോളിൽ പോവും. ഇനി ബി ഡിവൈഡഡ് ബൈ 2/5 എന്ന് എഴുതാലോ അല്ലേ, 2/5. ഇനി സി ഡിവൈഡഡ് ബൈ 1/3 എന്ന് എഴുതാലോ. ഓക്കെ, സി ഡിവൈഡഡ് ബൈ 1/3 എന്ന് എഴുതാലോ. ഇനി അപ്പോൾ അവരുടെ റേഷ്യോ എന്ത് വരും? എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറഞ്ഞാൽ 3/2 ഈസ് ടു 2/5 ഈസ് ടു 1/3. ഓക്കെ, 2/5 ഈസ് ടു 1/3. ഇനി എന്ത് ചെയ്യുക? 2, 5, 3 എൽസിയം കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റേഷ്യോ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇവിടെ 2a = 3b = 7c ആണ്. ഇനി 2a ഡിവൈഡഡ് ബൈ എൽസിയം കൊണ്ട് ഹരിക്കുക. എൽസിയം എത്രയാ? 2, 3, 7. അതിൻ്റെ എൽസിയം എത്രയാ? ബുദ്ധിമുട്ടുണ്ട, 2 × 3 × 7 എന്ന് എഴുതാം. ഓക്കെ, ചെറിയ വാല്യൂസ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതുക. നമുക്കധികം അപ്പം അത്രയും ടൈം പോവില്ല. ഇനി 3b ഡിവൈഡഡ് ബൈ അവിടെയും 2 × 3 × 7 എന്ന് എഴുതുക. അടുത്ത് = 7c ഡിവൈഡഡ് ബൈ 2 × 3 × 7 എന്ന് എഴുതുക. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ എ ബൈ എത്ര കിട്ടി? എ ബൈ 21 = ഇനി അടുത്ത് 3ഉം 3ഉം ക്യാൻസൽ ചെയ്തു. എത്ര കിട്ടി? ബി ഡിവൈഡഡ് ബൈ 2 × 7 14. ഓക്കെ, = 7 7 ഡിവൈഡ് ചെയ്തു. സി ഡിവൈഡഡ് ബൈ 2 × 3 6. ഓക്കെ, അപ്പോൾ എന്താ ഉത്തരം? എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് 21:14:6 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. The average daily rainfall of town A is 105 for the first 2 days of the week, 84 for the next 3 days, and 49 for the last 2 days of the week. The total weekly rainfall for town B is 455. What will be the average daily rainfall of both the towns together? എന്താണ് ചോദിച്ചിരിക്കുന്നത്? 2 ടൗൺ തന്നിട്ടുണ്ട്, എയും ബിയും അല്ലേ. അപ്പോൾ ടൗൺ ഒരാഴ്ചത്തെ റെയിൻഫോളിൻ്റെ കണക്കാണ് ഈ പറയുന്നത്. ആദ്യത്തെ 2 ദിവസം എത്രയാണ് റെയിൻഫോളിൻ്റെ കണക്ക്? 105 ആണ്. പിന്നത്തെ 3 ദിവസം 84. പിന്നത്തെ 2 ദിവസം എത്രയാ? 49. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ടോട്ടൽ കിട്ടും. എത്രയാ? 105 × 2. അപ്പോൾ 2 ദിവസത്തെ ടോട്ടലായി. 84 × 3 3 ദിവസത്തെ ടോട്ടലായി. 2 ദിവസത്തേക്ക് 49. 49 × 2 അപ്പോൾ അവിടെയും 2 ദിവസത്തെ ടോട്ടലായി. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 7 ദിവസത്തെ ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ എയുടെ ടോട്ടലായി. ഇനി ബിയുടെ ടോട്ടൽ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എത്രയാ? 455 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സമ്മും കൂടി ചെയ്യുക, രണ്ടും കൂടി സം ചെയ്യുക. അതായത് എത്രയാ? എയിൻ്റെ സം എടുക്കുക, ബീൻ്റെ സം 455 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 7 ചെയ്യുക. ഓക്കെ, അതാണ് ആവറേജ് ഡെയിലി റെയിൻഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു വീക്കിലെ കേസാണ്, അതായത് ആഴ്ചയിലെ കേസാണ് പറഞ്ഞിട്ടുള്ളൂ. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. അപ്പോൾ 7 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ ഡെയിലി റെയിൻഫോളിൻ്റെ ആവറേജ് കിട്ടും. ഓക്കെ, അതാണ് കൺവെൻഷണൽ മെത്തേഡ്. ഇനി നമ്മുടെ മെത്തേഡ് വെച്ചിട്ട്, അതായത് ഡീവിയേഷൻ്റെ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യും? ആദ്യത്തെ 2 ദിവസത്തേക്ക് എത്രയാണ് ആവറേജ്? 105 പ്ലസ്. പിന്നത്തെ 3 ദിവസത്തേക്ക് എത്രയാണ്? 84 ആണ് ആവറേജ് പ്ലസ്. പിന്നത്തെ 2 ദിവസത്തേക്ക് എത്രയാ? 49 ആണ് ആവറേജ്. ഓക്കെ, അപ്പോൾ നോക്കി മൊത്തം എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട്. ഇത് എത്രയാണെന്ന് നമുക്കറിയില്ല. ഈ 7 ദിവസത്തെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫൈനൽ ആൻസർ അതല്ല, പക്ഷേ അത് നമുക്ക് കണ്ടുപിടിക്കണം ഫൈനൽ കിട്ടാൻ വേണ്ടി. അപ്പോൾ 7 എത്രയാ? കണ്ടുപിടിക്കുക. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ ആ മീനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും ഇതിൻ്റെ എല്ലാം മീനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു വാല്യൂ അങ്ങ് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ 84 എന്ന് അസ്യൂം ചെയ്തു. ഈ നടുക്കത്തെ വാല്യൂ മീനാണ് എന്ന രീതിക്ക് അസ്യൂം ചെയ്തു. അപ്പോൾ അസ്യൂം ആസ് 84. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിലേക്ക് ചെയ്തിട്ടുള്ളതാണ്. 84 എന്ന് അസ്യൂം ചെയ്തു. ഇനി ഓരോരോ നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. നമ്മൾ അസ്യൂം ചെയ്ത ആവറേജും ഇവിടുത്തെ ആവറേജും തമ്മിൽ എത്രയാണോ ഡിഫറൻസ് നോക്കുക. നോക്കി, 84 105 എത്രയാണ്? 84 105 21 കൂടുതലാണ്. ടോട്ടൽ എത്ര വന്നു? 2 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ 21 × 2 ആയി. ഇനി 84 84 ഇവിടെ എന്താ? 0 വന്നു നെറ്റ് അല്ലേ? നെറ്റ് ഡിഫറൻസ് 0 വന്നു. അപ്പോൾ ഇത് ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ 84 എന്ന് അസ്യൂം ചെയ്തത്. നടുക്കത്തെ വാല്യൂ അങ്ങ് അസ്യൂം ചെയ്താൽ ഒരാൾ അങ്ങോട്ട് പോയിക്കോളും. ഇനി അടുത്ത് നോക്കിയേ,
84-ഉം 49-ഉം അല്ലേ? 84-നെക്കാട്ടും കുറവല്ലേ 49? എത്ര കുറവ്? 25 കുറവാണ് അല്ലേ? അപ്പോൾ നോക്കിയേ, -25 കുറവാണ്. -25 അല്ല, 84 - 49 എത്രയാ? -35 ആണ് കേട്ടോ. -35 കുറവാണ് ഇൻറ്റു എത്രയാണ്? ടോട്ടൽ എത്രയായി? ഇൻറ്റു 2. ഓക്കെ, ഇനി ടോട്ടൽ എടുക്കുക 48. ഇത് എത്ര വന്നു? 35 × 2 -70. ഓക്കെ, ഇനി ഇതിൻ്റെ റിസൾട്ടൻ്റ് എടുക്കുക. ഇതിൻ്റെ റിസൾട്ട് 42-ഉം -70-ഉം ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് പ്ലസ് ചെയ്യുക. 42 + -70 എത്രയാ? -28 എന്ന് കിട്ടും. ഇതെന്താണ്? സമ്മാണ്. ഇനി ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്യുക. എത്രയാ ടോട്ടൽ നമ്പർ? ഡിവൈഡ് ബൈ 7. എത്ര കിട്ടി? -4 കിട്ടി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ -4? എന്താണ് ഈ -28? -28 എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്ത സമ്മിൽ നിന്നും -28 കുറവാണ്. ഇനി ആവറേജിൽ നിന്നും എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഡിവൈഡഡ് ബൈ 7 -4. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത ആവറേജിൽ നിന്നും -4 ഡീവിയേറ്റ് ചെയ്യുന്നു. -4 കുറവാണ്. അപ്പോൾ നമ്മൾ ശരിക്കുമുള്ള ആവറേജ് എത്രയാണ്? ശരിക്കുമുള്ള ആവറേജ് എന്ന് പറയുന്നത് 84, 4 കുറയ്ക്കുക -4 എത്ര കിട്ടി? 80 നമ്മുടെ ശരിക്കുള്ള ആവറേജ്. ഓക്കെ, അപ്പോൾ ടൗൺ എയുടെ ആവറേജ് എത്ര കിട്ടി? 80 കിട്ടി. ഓക്കെ, ഇനി ടൗൺ ബിയുടെ ആവറേജ് എത്രയാണ്? ഇതാണ് ടൗൺ എയുടെ ആവറേജ്. ടൗൺ ബിയുടെ ആവറേജ് എത്രയാണ്? ടൗൺ ബിയുടെ സം 455 ആണ്. ഡിവൈഡഡ് ബൈ 7 ചെയ്താൽ ആവറേജ് കിട്ടും. ഇത് എത്രയാണ്? 6 × 7 42, റിമൈൻഡർ 3 35, 6 × 7 × 5 35. അപ്പോൾ ടൗൺ ബിയുടെ ആവറേജ് 65, ടൗൺ എയുടെ ആവറേജ് 80. ടോട്ടൽ ആവറേജ് എത്രയാണ്? 80 + 65 എത്ര കിട്ടി? 145. ഓക്കെ, അപ്പോൾ 145 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇങ്ങനെ കിട്ടും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇപ്പോൾ ചിലവർക്ക് ഇത് ടഫായിട്ട് തോന്നാം. കുറേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കൺവെൻഷനലായിട്ട് എങ്ങനെ ചെയ്യും? നോക്കിയേ, 105 2 ദിവസം. അപ്പോൾ സം എത്രയാണ്? 2 × 105 പ്ലസ് 3 ദിവസം കൊണ്ട് 84. അപ്പോൾ 3 × 84 പ്ലസ് അടുത്ത 2 ദിവസം കൊണ്ട് 49. അപ്പോൾ 2 × 49 ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ? 7. ഓക്കെ, ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയോ? ആവറേജ് നിങ്ങൾക്ക് എന്ത് കിട്ടും? 80 എന്ന് കിട്ടും. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി മറ്റേത് എത്രയാണ്? 455/7 ആണ്. ഇത് എത്രയായിരുന്നു? 65 ആയിരുന്നു. ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ 145 കിട്ടും. അപ്പോൾ കൺവെൻഷണൽ രീതിയിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഡീവിയേഷൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ആദ്യത്തെ മെത്തേഡ് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂറ്റബിൾ അത് യൂസ് ചെയ്യാം. ഇനി അടുത്തത്, ഓക്കെ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിൽ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ അതേപോലെ ആ സെയിം ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ബാർ ചാർട്ട് ഗിവൺ ബിലോ ഷോസ് ദ റേഷ്യോ ഓഫ് എക്സ്പെൻഡിച്ചർ ടു റവന്യൂ. എക്സ്പെൻഡിച്ചർ ടു റവന്യൂയുടെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ഫോർ 7 കൺസിക്യൂട്ടീവ് ഇയേഴ്സ് Y1, Y2, Y3, Y4, Y5, Y6, Y7. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ ടു റവന്യൂ, ഓക്കെ, എക്സ്പെൻഡിച്ചർ ടു റവന്യൂ ആ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് റവന്യൂ ഫോർ ഇയർ Y4 ഈസ് 22500. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ഇയർ Y4? ഓക്കെ, അപ്പോൾ 7 വർഷത്തിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെയും റവന്യൂയുടെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ 4-ാം വർഷം Y4ൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്നാണ്. ഓക്കെ, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ പ്രോഫിറ്റ്. ഓക്കെ, റവന്യൂ മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, Y4 0.9 ആണ്. ഫ്രാക്ഷൻ ആക്കി എഴുതുക 9/10. ഓക്കെ, 9/10. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 9. റവന്യൂ എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഡിഫറൻസ് ആയിരിക്കുമല്ലോ പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1. ഓക്കെ, പ്രോഫിറ്റിൻ്റെ വാല്യൂ ആണ് 1. ഇനി ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? റവന്യൂ ആണ് തന്നിരിക്കുന്നത് അല്ലേ? Y4ൻ്റെ റവന്യൂ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 22500 അല്ലേ? 6 ആണ് റവന്യൂ. അതെത്രയാണ് ഇവിടെ? 10 ആണ്. ഓക്കെ, അപ്പോൾ 10ൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 22500.
അങ്ങനെയാണെങ്കിൽ 1ൻ്റെ വാല്യൂ എത്രയാണ്? ഈ 0 കട്ട് ചെയ്താൽ പോരെ? 1ൻ്റെ വാല്യൂ എത്രയായി? 2250. ഓക്കെ, 2250. അതാണ് എന്ത്? പ്രോഫിറ്റ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. The data given below shows the number of people who have saved a certain amount of money. Marks students. What is the mean marks of class A? Okay, mean marks of class A. Class A യുടെ മീൻ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെയിം ടൈപ്പ്, അതായത് ഇതിപ്പോൾ എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ മീഡിയം ചോദിക്കും, അല്ലെങ്കിൽ മീൻ ചോദിക്കും, അല്ലെങ്കിൽ മോഡ് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഒരു ഗ്രൂപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് ഒറ്റയടിക്കല്ല മാർക്സ് തന്നിട്ടുള്ളത്. അതായത് 0 to 2, 2 to 4, 4 to 6, 6 to 8, 8 to 10, 10 to 12. ഓക്കെ, അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീൻ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ മീനിൻ്റെ ഫോർമുല എന്താണ്? സിഗ്മ xi fi ഡിവൈഡഡ് ബൈ സിഗ്മ fi. ഈ സിഗ്മ എന്ന് പറയുന്നത് സമ്മാണ്. അതായത് എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, എക്സ് എന്ന് പറയുന്നത് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ xi fi സം എടുക്കുക ഡിവൈഡഡ് ബൈ fi. ഓക്കെ, അപ്പോൾ ഈ കോളം xi fi ആണെന്ന് വിചാരിക്കുക. ഇനി അപ്പോൾ ഇവിടെ ഒരു സംശയമുണ്ട്. എന്താണ് xi നമ്മൾ എങ്ങനെ എടുക്കും? ഇവിടെ നോക്കി 0യും 2നും ഇടയ്ക്ക്, 2നും 4നും ഇടയ്ക്ക്. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ ഇവരുടെ ഇടയിലുള്ള വാല്യൂസ് എടുക്കുക, അതാണ് xi. ഓക്കെ, അപ്പോൾ നോക്കി 0നും 2നും ഇടയ്ക്ക് എത്രയാണ്? 1 ആണ് വരുന്നത് അല്ലേ? 1 എത്ര പേർക്കുണ്ട്? 3 പേർക്കുണ്ട്. അപ്പോൾ 1 × 3 എത്ര കിട്ടി? 3. ഓക്കെ, ഇതിൻ്റെ മീൻ വാല്യൂ എടുക്കുക. 0 + 2 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 1. ഇനി ഇതിൻ്റെ മീൻ വാല്യൂ എന്തായിരിക്കും? 2 + 4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 3. അപ്പോൾ ഇതിൻ്റെ എത്രയായിരിക്കും? 5. ഇതിൻ്റെ എത്രയായിരിക്കും? 7. ഇതിൻ്റെ എത്രയായിരിക്കും? 9. ഇതിൻ്റെ എത്രയായിരിക്കും? 11. ഓക്കെ, അപ്പോൾ നോക്കിയേ, 3 × 1 3, xi fi 4 × 3 എത്രയാ? 12. 5 × 1 5. അടുത്ത് 7 × 1 7. അടുത്ത് 9 × 1 9. 11 × 0 0. അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. ഇതിന് സം എടുക്കുക. അപ്പോൾ സിഗ്മ xi fi ആയി. 3 + 12 15, 15 + 5 20, 20 + 9 29, 29 + 7 36. ഓക്കെ, അപ്പോൾ മീൻ ഈസ് ഈക്വൽ ടു സിഗ്മ xi fi എന്ന് പറയുന്നത് 36 ആണ്, ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിൻ്റെ സം എടുക്കുക. എത്രയാ? 3 + 4 7, 7 + 1 8 9 10. ഓക്കെ, ഇതാണ് സിഗ്മ fi. ഓക്കെ, അപ്പോൾ സിഗ്മ fi എത്ര കിട്ടി? 10. 36/10 എത്രയാ? 3.6. ഓക്കെ, 3.6 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇതാണ് ഉത്തരം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The pie chart given below shows the time taken in 7 different procedures J1, J2, J3, J4, J5, J6, J7 in making a car as a percentage of total time taken. The total time taken in making one car is 1200 hours. What is the average time taken in procedures J3, J6 and J7? ഓക്കെ, അപ്പോൾ DA ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡാറ്റ എന്താണ്? അതായത് ഒരു കാറ് പ്രൊഡ്യൂസ് ചെയ്യുക, ഒരു കാർ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ കാർ ഉണ്ടാക്കുന്നതിന് 7 പ്രൊസീജിയർ ഉണ്ട്. ഓക്കെ, 7 പ്രൊസീജിയർ എടുത്തിട്ടാണ് കാർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. ഏതൊക്കെയാണ്? J1, J2, J3, J4 അങ്ങനെ പോയി J7 വരെ. അപ്പോൾ ഓരോ പ്രൊസീജിയറിനും ഓരോ വ്യത്യസ്ത ടൈമുകളാണ്. ടോട്ടൽ ടൈം, ഈ എല്ലാ പ്രൊസീജിയേഴ്സിൻ്റെ ടോട്ടൽ ടൈം എത്രയാണ്? 1200 ഹവേഴ്സാണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇതാണ് ഡാറ്റ. ചോദിച്ചിരിക്കുന്നത് ആവറേജ് ടൈം ടേക്കൺ ഇൻ പ്രൊസീജിയേഴ്സ് J3, J6, J7. അപ്പോൾ J3, J6, J7 ഇവരുടെ എല്ലാം ആവറേജ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ J3 നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കി J3, ഇതാണ് J3. എത്രയാ? J3, J6. ഓക്കെ, ഇവിടെ രണ്ടും ബൈറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, J3 ഇതാണെന്ന് നോക്കാം. J3 ഇതാണെന്ന് അസ്യൂം ചെയ്യാം. 20% ആണെന്ന് വിചാരിക്കുക J3. ഇനി അടുത്ത് J6 എത്രയാണ്? J6 ലൈനാണ്. എത്രയാ? 16. ഇനി അടുത്ത് J7 ആണ്. J7 ഓക്കെ,
J7 എത്രയാണ്? J7 എന്ന് പറയുന്നത് ഡോട്ട് ആണ്, അത്രയാ 12. ഓക്കെ, അപ്പോൾ ഇവരുടെ ആവറേജ് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവരുടെ ആവറേജ് എടുക്കുക, എത്രയാണെന്ന് നോക്കുക. ഇവരുടെ ആവറേജ് എങ്ങനെ എടുക്കും? ഇവരുടെ സം എടുക്കുക, എത്ര കിട്ടി? 20 + 16 36, 36 + 12 48. ഓക്കെ, ഇതാണ് ഇവരുടെ സം. അപ്പോൾ ഇവരുടെ ആവറേജ് എത്രയായിരിക്കും? ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത് J3 + J6 + J7 / 3. ഓക്കെ, 3 പേരുണ്ട്. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ്, സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പം 48 / 3 അതാണ് ആവറേജ്. 48 / 3 എന്ന് പറയുന്നത് 16% ഇവരുടെ ആവറേജ് ടൈം. അപ്പോൾ നമുക്കവിടെ ടൈമിനാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പം എത്രയാണ് ടോട്ടൽ ടൈം എന്ന് പറയുന്നത്? 1200 ആണ്. 1200ൻ്റെ 16% ഇവരുടെ ആവറേജ് ടൈം. ഓക്കെ, അപ്പോൾ 1200 × 16/100 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ 2 0 കട്ട് ചെയ്തു. 12 × 16, 12 × 16 എത്രയാണ് കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? 2 × 6 യൂണിറ്റ് ഡിജിറ്റ് എത്ര വരിക? 2 ആണ് വരിക. അപ്പോൾ 192 ആയിരിക്കും കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാ ഓപ്ഷനും 2 ഇല്ല. ഓക്കെ, ലാസ്റ്റ് 2 വരുന്ന ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. 192 ആണ് കറക്റ്റ് ആൻസർ. 12 × 16 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 12 × 16 192 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. The pie chart given below shows the annual snowfall received by 7 states of a country. The snowfall is shown as a percentage of total annual snowfall of the country. If the annual snowfall received by the country is 700 cm, then what is the monthly snowfall received by S5? Okay. അപ്പോൾ 7 സ്റ്റേറ്റ്സിൻ്റെ ആനുവൽ സ്നോഫോളിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അതായത് വർഷാവസാനം ആനുവൽ സ്നോഫോളിൻ്റെ റെപ്രസെൻറ്റേഷനാണിത്. ഒരു പൈ ചാർട്ടിലാക്കി തന്നിരിക്കുകയാണ്. ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ സ്നോഫോൾ എത്രയാണ്? 700 എന്നാണ് അല്ലേ. ആനുവൽ സ്നോഫോൾ റിസീവ്ഡ് ബൈ ദ കൺട്രി, അതായത് 7 സ്റ്റേറ്റ്സ് അടങ്ങുന്നതാണ് ഒരു കൺട്രി. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്? 700 cm ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്ലി സ്നോഫോൾ റിസീവ്ഡ് ബൈ S5 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മന്ത്ലി സ്നോഫോൾ റിസീവ്ഡ് ബൈ S5 എത്രയാണ്? S5 12% S5ൻ്റെ ആനുവൽ സ്നോഫോൾ. അപ്പോൾ നോക്കിയേ, S5ൻ്റെ ആനുവൽ സ്നോഫോൾ കണ്ടുപിടിക്കുക. എത്ര കിട്ടും? 12% ഓഫ് 700 അല്ലേ. 12/100 × 700 ഇതാരാണ്? S5ൻ്റെ ആനുവൽ സ്നോഫോൾ ആണ് അല്ലേ. പക്ഷെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആനുവൽ സ്നോഫോൾ അല്ല, മന്ത്ലി സ്നോഫോൾ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. S5ൻ്റെ മന്ത്ലി സ്നോഫോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. പെർ മന്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി 12 12 ക്യാൻസൽ ചെയ്തു, 2 0 ക്യാൻസൽ ചെയ്തു. ഉത്തരം എന്ത് വന്നു? 7 cm. ഓക്കെ, 7 cm ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ ആണല്ലോ. ഇനി അപ്പോൾ ഇതൊക്കെയാണ് ഈ ഷിഫ്റ്റിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ഷിഫ്റ്റ് 3 ആയിരുന്നു, 12th February. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ GD എക്സാമിന് പോകുമ്പോൾ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് കിട്ടിയേക്കാം, എന്നാലും നമ്മൾ അങ്ങനത്തെ ടൈപ്പ് എക്സ്പെക്റ്റ് ചെയ്ത് പോകരുത്. നമ്മൾ ഏറ്റവും ടഫായിട്ടാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക, അതേപോലെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ GD മാത്രം ചെയ്യരുത്. CPO, CGL, CHSL, SSCൻ്റെ എല്ലാ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് ചെയ്യുക, 2-3 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പാറ്റേൺസ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത പ്രാവശ്യം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വല്ല കറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത സെഷനിൽ അടുത്ത ഷിഫ്റ്റുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ